ബീറ്റ് ഷെമേഷ് സ്ഫോടനം. തീർച്ചയായും ഇസ്രായേൽ എന്തോ മറയ്ക്കുന്നുണ്ട്. കാണുക സ്മാർട്ട് മീഡിയ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മധ്യ ഇസ്രായേലിലെ ബെയ്ത്ത് ഷെമേഷിൽ നടന്ന അപ്രതീക്ഷിതമായി ഉണ്ടായ വലിയൊരു സ്ഫോടനം പ്രദേശത്തെ നടുക്കിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സ്ഫോടനത്തെ തുടർന്ന് വൻതോതിൽ തീജ്വാലകൾ ഉയരുകയും വീടുകളുടെ ജനാലകൾ തകരുകയും ചെയ്തു. ഇതേ തുടർന്ന് ഏകദേശം 80,000-ഓളം പേർ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറിയതായാണ് റിപ്പോർട്ട്. ദീർഘദൂര മിസൈലുകൾ, പ്രതിരോധ മിസൈലുകൾ, സാറ്റലൈറ്റ് എഞ്ചിനുകൾ എന്നിവ നിർമ്മിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാന ആയുധ നിർമ്മാണ കമ്പനിയായ ടോമർ പ്രവർത്തിക്കുന്ന മേഖലയിലാണ് സ്ഫോടനം നടന്നത്. എന്നാൽ അധികൃതരുടെ വിശദീകരണം, സ്ഫോടനത്തിന് പിന്നാലെ കനത്ത മാധ്യമ വിലക്ക് ഏർപ്പെടുത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും സംഭവസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. എന്നാൽ സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ പറയുന്ന പരീക്ഷണം എന്ന വാദം പല മാധ്യമങ്ങളും വിശ്വസിക്കുന്നില്ല. ക്യാൻ ചാനൽ ഇതൊരു നിയന്ത്രിത പരീക്ഷണമാകാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. മാരിഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് സാധാരണയായി ഇത്തരം പരീക്ഷണങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് നൽകാറുണ്ട്. എന്നാൽ ഇവിടെ അതുണ്ടായില്ല എന്നത് സംശയകരമാണെന്നാണ്. സുരക്ഷാ നിരീക്ഷകനായ ബാബക് തഗ്വായുടെ അഭിപ്രായത്തിൽ ആരോ 3 മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിലാണ് സ്ഫോടനം നടന്നത് എന്നാണ്. സോഡിയം പെർക്ലോറേറ്റ് അല്ലെങ്കിൽ മിസൈൽ എഞ്ചിനുകളുടെ ഇന്ധനം കത്തിയതാകാം ഇത്ര വലിയ തീജ്വാലയ്ക്ക് കാരണമെന്നും പറയപ്പെടുന്നു. ചിലർ ഇതിനെ ഒരു പുറംനാട്ടിൽ നിന്നുള്ള ആക്രമണമായും സംശയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല.